നിങ്ങൾ ചെസ്സ് കളിച്ചിട്ടില്ലേ? ചെസ്സിൻ്റെ പ്രത്യേകത രാജാവ് ബാക്കിലാണ്, സെൻട്രലാണ്, അണികളാണ് ഫ്രണ്ടിൽ നിൽക്കുന്നത്. അണികൾ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ആദ്യം അണികളാണ് ഫൈറ്റ് ചെയ്യാൻ മുന്നോട്ട് പോകുന്നത്. രാജാവിനെ നമ്മൾ അവസാനം അല്ലെങ്കിൽ ശ്രദ്ധയോടെ സേഫ് പൊസിഷനിൽ നിർത്തും. കാരണം രാജാവ് തോറ്റാൽ പിന്നീട് മൊത്തം തോൽവിയായിരിക്കും. അതുതന്നെയാണ് ലോകത്തിൽ എല്ലായിടത്തുമുള്ള ഒരു രീതി. രാജാവ് അങ്ങനെ ഫ്രണ്ടിൽ വരില്ല, രാജാവ് ബാക്കിൽ നിൽക്കത്തുള്ളൂ, അണികളാണ് ഫ്രണ്ടിൽ. പക്ഷെ മറ്റൊരു രാജകീയ ദൗത്യമുണ്ട്, ഒരു ഇടയധർമ്മമുണ്ട്, അത് ക്രിസ്തുവിൻ്റെതാണ്. അതിൻ്റെ പ്രത്യേകത ഇടയൻ ഫ്രണ്ടിലാണ്. മരിക്കാനായി, വേദനിക്കാനായി, സഹിക്കാനായി അവൻ മുമ്പേ നടക്കും, ബാക്കിൽ വരുന്ന അണികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി. ഇവിടെ രാജാവല്ല പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്, അണികളാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത്. രാജാവ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ നടക്കുകയാണ്. അവരുടെ ജീവൻ്റെ ആപത്തിനെ ഓർത്ത് മാത്രമല്ല മുമ്പേ നടക്കുന്നത്, എല്ലാത്തിനും അവർക്ക് മാതൃകയാകാൻ വേണ്ടിയിട്ടാണ്. ക്രിസ്തുവിൻ്റെ നടത്തം അങ്ങനൊരു നടത്തമായിരുന്നു. നമ്മൾ ഏതൊക്കെ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെന്ന് ഓർക്കണം, ആ സഹനങ്ങളിലൂടെയൊക്കെ ക്രിസ്തു കടന്നു പോയിട്ടുണ്ട്. ഒറ്റപ്പെടൽ, വേദന, കണ്ണീര്, സഹനം, സ്നേഹം തള്ളിപ്പറഞ്ഞ അവസ്ഥ, ചതി, വഞ്ചന, ഇതൊക്കെ ക്രിസ്തു കടന്നുപോയ വേദനകളാണ്. നമുക്ക് മുമ്പേ അവൻ നടന്നുപോയി. അതുകൊണ്ട് അവൻ്റെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്കുള്ളൊരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയൻ നമുക്ക് മുമ്പേ നമ്മൾ കടന്നു പോകുന്ന എല്ലാ വേദനകളുടെയും കടന്നു പോയിട്ടുണ്ട്. എന്നിട്ട് അവൻ കാട്ടിത്തന്ന ഒരു ഉദ്ധാരമുണ്ട് എന്ന്. അതുകൊണ്ട് നമ്മുടെ മുമ്പേ പോയവൻ്റെ കാലടി കണ്ട് ആ കാലടി നോക്കി നടക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ ദൗത്യമുള്ളൂ. കാരണം മുമ്പേ പോയവൻ ഇപ്പോൾ ഉദ്ധാരത്തിൻ്റെ ഒരു പ്രത്യാശ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ നമ്മൾ എത്തും. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ ഏതൊരു സഹനത്തിൻ്റെയും കുരിശുമരണത്തിൽ ധൈര്യപൂർവ്വം കാൽവേരി കയറാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ടാണല്ലോ നമുക്ക് വേണ്ടി ഒരു ഉദ്ധാരം കാത്തിരിപ്പുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഇടയൻ മുമ്പേ നടക്കട്ടെ, ആ നടന്ന ഇടയൻ്റെ പിന്നാലെ നടക്കാൻ നമുക്ക് ധൈര്യമുണ്ടായാൽ മാത്രം മതി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.